ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധിയുടെ വിഷമം കണ്ടിട്ട് സച്ചിയാണെങ്കിൽ സുധിക്ക് അരക്കിലേക്ക് ചെന്നിട്ട് ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. തനിക്ക് മറ്റാരും കൂടെ ഇല്ലെങ്കിലും താൻ എപ്പോഴും കൂടെ ഉണ്ടാവും, എത്രയൊക്കെയാണെങ്കിലും നീ എന്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. സച്ചിക്ക് ശ്രുതിയുടെ മേലെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ സച്ചി സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അവളിൽ സംശയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് ശ്രുതിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് തനിക്ക് വിശ്വസിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ശ്രുതിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ അവൾ ചെയ്ത തെറ്റ് പൊറുക്കാനോ താൻ തയ്യാറല്ല. പിന്നെ അത് മാത്രമല്ല, മറ്റാരും തന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ശ്രുതിയെ ഒരിക്കലും ശ്രുതിയുമായിട്ട് ചേർത്ത് വെക്കില്ല. എങ്ങനെയെങ്കിലും അവരെ പിരിക്കാനുള്ള വഴി മാത്രമേ ചന്ദ്ര നോക്കുള്ളൂ എന്നുള്ള കാര്യമാണ് ചന്ദ്രയുടെ സംസാരത്തിൽ നിന്നും രവിക്ക് മനസ്സിലാവുന്നത്. ചന്ദ്ര തന്നെയാണല്ലോ ആദ്യം ശ്രുതിയെ തലയിലേറ്റി കൊണ്ട് നടന്നതും ചന്ദ്ര തന്നെയാണ് വീട്ടിലേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെ, ഞാൻ തന്നെയാണ് ആ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് ചന്ദ്രമതി പോകുന്നത്. അത് മാത്രമല്ല, ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രവിയേട്ടൻ ഉറപ്പായിട്ടും അവിടെ തെറ്റൊക്കെ ചെയ്തു, പക്ഷെ അവളെ മുടുക്കത്തിനെ പിടിച്ച് പുറത്താക്കിയത് നീ ചെയ്തതും തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രുതിയെ വീട്ടിലേക്ക് കയറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി ചെയ്യുന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയാട്ടോ. ഒരു നിവർത്തിയും ഇല്ലെങ്കിൽ അമ്മേനെ വിളിച്ചിട്ടാണ് രവി ഇതിനെക്കുറിച്ച് സംസാരിച്ച് വീണ്ടും ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്രമതിയാണെങ്കിൽ അവിടുന്ന് നേരെ ഭാമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഭാമയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവുന്ന സംസാരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ചുരുക്കത്തിൽ പറയാട്ടോ. താൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ ചെയ്ത ആ ഒരു അമർഷം നമ്മുടെ ചന്ദ്രയ്ക്ക് മാറുന്നില്ല. അത് ഭാമയുടെ അടുത്തും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഭാമയും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഭാമയാണല്ലോ ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുത്തത്. നീ കാരണമാണ് അവള് എന്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയെ കുറ്റപ്പെടുത്തുമ്പോ അതെങ്ങനെ ചന്ദ്രയെ, ഞാന് എന്റെ വീട്ടിൽ മസാജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നിന്നെ പരിചയപ്പെടുത്തിയത്. എന്നാൽ നീയാണ് അവളുമായി സംസാരിച്ചിട്ട് അവളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചത്. നിനക്ക് ഒരു പണക്കാരി മരുമകളാണ് ആവശ്യം എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയാണ് നിന്നോട് അവൾ മലേഷ്യക്കാരിയാണ്, അവളുടെ അച്ഛൻ കോടീശ്വരനാണെന്നൊക്കെ കള്ളം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി പറ്റിയത്. അതിൽ ഞാൻ എന്ത് പഴിച്ചു? ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രുതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്? ഇല്ലല്ലോ. നിന്റെ പണത്തിന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. അത് മാത്രല്ല, രവിയേട്ടൻ എപ്പോഴും പറയാറുണ്ട് 3 മരുമകളെയും ഒരുപോലെ കാണണമെന്ന്. നീയാണെങ്കിൽ ഒരാളെ തലയിലേറ്റി വെക്കും, ഒരാളെ താഴെയിട്ട് ചവിട്ടും. അങ്ങനെ ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ദഹിക്കുന്നൊന്നുമില്ല. ചന്ദ്ര തിരിച്ചും പറയുന്നുണ്ട്, നീ ഇപ്പോ എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോക്കോളാന്ന് പറയാണേ. ചന്ദ്രൻ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ മൊത്തത്തില് ഇപ്പോ രവിയേട്ടൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും നീ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും രണ്ടുപേരും പണക്കാരിയല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നിന്റെ ശ്രീകാന്തായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന വർഷ മാത്രമാണ് ഇപ്പോ പണക്കാരിയായിട്ടുള്ളത്. അവള് മാത്രല്ലേ നിന്റെ വീട്ടിലിപ്പോ പണക്കാരി മരുമകളുള്ളൂ. ആര്? അവളോ? ആ പണത്തിന്റെ അഹങ്കാരം പിടിച്ചവളോ? അവക്ക് എന്നെ ഒരു മര്യാദ ഇല്ലാത്തതാണ്. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ചന്ദ്ര. ചന്ദ്രയുടെ ദേഷ്യം പെട്ടെന്നൊന്നും അടങ്ങില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഭാമയാണെങ്കിൽ നീ കുറച്ചേരം റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയെ വിളിക്കാൻ കേട്ടോ ഭാമയുടെ കോള് കാണുമ്പോ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് ചെയ്യാണെന്ന്. അവള് ഭയങ്കര ദേഷ്യത്തിലാണ്. ശ്രുതിയുടെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചന്ദ്ര അവളെ തലയിലേറ്റ് വെച്ച് നടന്നാണല്ലോ. ഇങ്ങനെ ഒരു തിരിച്ചടി ചന്ദ്ര ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന്റെ ആ ഒരു ഷോക്ക് അവൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എന്തായാലും ശ്രുതിയോടുള്ള ദേഷ്യം പെട്ടെന്നൊന്നും തീരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രുതി ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്ന് ഭാമ ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുമ്പോ, അതെ ആന്റി, ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾക്കും ഇതുവരെ റിക്കവർ ആയിട്ട് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആന്റിക്ക് അവളെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. കാരണം ഭാമ വഴിയാണല്ലോ ശ്രുതി വീട്ടിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് ഇല്ല, അങ്ങനെ എന്തെങ്കിലും എനിക്ക് അറിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാന് ചന്ദ്രയുടെ അടുത്ത് പറയില്ലായിരുന്നോ. എന്തൊക്കെയാണെങ്കിലും രേവതി, നിന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ചന്ദ്രയ്ക്ക് കിട്ടിയ ശിക്ഷയാണിത്. നിന്നെ എപ്പോഴും അവള് ചവിട്ടി താഴ്ത്തി അവളെ തലയിലേറ്റി നടക്കുമല്ലായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്? അതിന് ദൈവം ചന്ദ്രയ്ക്ക് കൊടുത്ത ശിക്ഷയാണ് ഇതെന്നൊക്കെ ഭാമ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ടേ. നിന്റെ വില എന്താന്നുള്ള കാര്യം ചന്ദ്ര അറിയണം ആന്റി. ഞാൻ അതൊന്നും മനസ്സിൽ വിചാരിക്കുന്നില്ല. അവരെന്നെ എങ്ങനെ വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷെ അമ്മയുടെ അടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് രേവതി ആവശ്യപ്പെടുന്നുണ്ടേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രേവതി അവൾ കേൾക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം.
ആന്റി, ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ സംസാരിച്ച് തീർക്കാൻ വേണ്ടി പറ്റുന്നത്? പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും സംസാരിച്ച് തീർത്ത് അത് ഒത്തുതീർപ്പിലേക്ക് ആക്കുക വേണ്ടത്. രേവതി, നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ അമ്മായിയുടെ തലയിൽ അതൊന്നും കേറില്ലല്ലോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേറൊരു വഴിക്ക് പോകുകയും ചെയ്തു. ഇനിയിപ്പോ ഇതെല്ലാം എവിടെ ചെന്നിട്ടാണ് അവസാനിക്കുക എന്നുള്ള കാര്യം അറിയില്ല. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ ഇനി വീട്ടിലേക്ക് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അവളടുത്ത് ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, രവിയേട്ടന്റെ അടുത്ത് സംസാരിച്ച് അവളെ വിളിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറ. ശരി ആന്റി എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ച ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ അരികിലേക്ക് വന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബാമ എന്താണ് പറഞ്ഞത് എന്ന്. അമ്മയ്ക്ക് ഇപ്പോഴും ശ്രുതിയോടുള്ള ദേഷ്യം അടങ്ങിയിട്ടില്ല എന്നാ പറയുന്നത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ദേഷ്യം മാറുന്നത്? 2 വർഷമായിട്ട് പൗഡർ എടുത്തി അമ്മയെ പറ്റിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? എത്ര കള്ളവും അഭിനയവും ഒക്കെ ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ അമ്മയ്ക്ക് ദേഷ്യം കൂടി കൂടി വരത്തേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നമുക്കിതിങ്ങനെ വിട്ടുകളയാൻ വേണ്ടി പറ്റുമോ? ഇതിന് എന്താണ് ഒരു തീർപ്പ്? അച്ഛൻ്റെ അടുത്ത് സച്ചിയുടെ വലത് സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതി. ഞാന് അച്ഛന്റെ കൂടെ വാക്കിങ്ങിന് പോയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. ഞാന് പറഞ്ഞു വിട്ടതല്ലല്ലോ അവളെ. അവൾ അവളുടെ ഇഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. അവൾക്ക് വേണമെങ്കിൽ തിരിച്ചു വരട്ടെ എന്നാണ് അച്ഛൻ പറയുന്നത്. നിങ്ങളുടെ ഏട്ടന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് ശ്രുതിയെ വിളിക്കാൻ വേണ്ടിട്ട് അറ്റ്ലീസ്റ്റ് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അവന്റെ മനസ്സ് ആകെ തളർന്നു കിടക്കുവാണ്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യാൻ വേണ്ടി തോന്നില്ല. അവൻ പിന്നെ അമ്മ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുള്ളൂ. അവന് നല്ല വിഷമമുണ്ട്. എന്തായാലും പൗഡർ എടുത്തി അവൻ അത്രയും സ്നേഹിച്ചതല്ലേ. അവന്റെ മനസ്സിൽ അവളോടുള്ള ഇഷ്ടമൊന്നും പോയിട്ടില്ല. പക്ഷെ അവൾ അവനെ കബളിപ്പിച്ചല്ലോ. ആ ഒരു വിഷമം അവനിൽ നിന്നും മായില്ലല്ലോ. അതുകൊണ്ട് അവൻ വിളിക്കും എന്നുള്ള കാര്യം തോന്നുന്നില്ല. പിന്നെ അമ്മയുടെ ദേഷ്യം അവൻ അറിയാലോ. അതുകൊണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അവൻ വിളിക്കത്തുമില്ല. ഇനിയിപ്പോ ഇതിനെന്താ ഒരു തീർപ്പ് എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ണാടി പൊട്ടിയതുപോലെ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ചിന്നി പിന്നി കിടക്കുവാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പക്വതയും ഗാംഭീര്യമുള്ള ആള് തന്നെ വരണം. അതിന് ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതാരാണെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ അച്ഛമ്മ തന്നെ. അച്ഛമ്മയൊന്ന് ചോദിക്കുമ്പോ അതെ, അച്ഛമ്മ വന്നാൽ മാത്രമേ ഈ പ്രശ്നം തീർക്കുള്ളൂ. അച്ഛമ്മ വന്നിട്ട് പഞ്ചായത്ത് സോൾവ് ചെയ്യണം. അല്ലാണ്ട് ഇതിന് മറ്റൊരു തീരുമാനങ്ങളൊന്നുമില്ല. അച്ഛമ്മയ്ക്ക് മാത്രമേ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അമ്മ ആര് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ലല്ലോ. അച്ഛമ്മ പറഞ്ഞാൽ മാത്രമേ അമ്മ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവരിക, അല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. ഞാൻ എന്തായാലും അച്ഛമ്മയെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ധൃതി പിടിക്കണ്ട എന്ന് രേവതി പറയുവാണേ. രേവതി, ഇപ്പൊ പ്രശ്നങ്ങള് ആകെ മൊത്തം കുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ വഷളാകും. അമ്മയാണെങ്കിൽ ആരും പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഈ ലോകത്ത് അമ്മയ്ക്ക് ആരെങ്കിലും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ അച്ഛമ്മയെ മാത്രമാണ്. ഈ വീട്ടില് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മയാണ് കൂട്ടിക്കൊണ്ടുവരാറ്. അത് അച്ഛമ്മ ശരിയാക്കും. ഞാൻ എന്തായാലും പോയിട്ട് അച്ഛമ്മയെ സംസാരിച്ച് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി തടയുവാണ്. ആദ്യം അച്ഛമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയണോ എന്നുള്ള കാര്യം അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം. അച്ഛമ്മ ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട, വിഷമിക്കേണ്ട എന്നാണ് അച്ഛൻ വിചാരിക്കുന്നെങ്കിലോ? ഓ, നീ അങ്ങനെയാണോ പറയുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അച്ഛൻ അച്ഛമ്മയുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട എന്നുള്ള കാര്യം വിചാരിക്കുന്നുണ്ടാവില്ലേ? സച്ചിയേട്ടൻ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അത് അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സച്ചിയേട്ടൻ വെറുതെ ചീത്ത കേൾക്കേണ്ടി വരും. നീ പറയുന്ന കാര്യവും ശരി തന്നെയാണ്. അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവന്നാൽ മാത്രമേ പ്രശ്നങ്ങൾ ശരിയാവുള്ളൂ എന്നുള്ള കാര്യം സച്ചേട്ടാ എനിക്കും അറിയാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചതിന് ശേഷം മതി എന്നാണ് രേവതി പറയുന്നത്. ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അച്ഛൻ എന്തായാലും വാക്കിങ്ങിന് പോയിട്ട് തിരിച്ചു വരട്ടെ. എന്നിട്ട് സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ശരി സച്ചേട്ടൻ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടേ. അത് കഴിഞ്ഞ് സുധിയാണെങ്കിൽ കുടിച്ചു കൂത്താടിയിട്ട് ആനന്ദിന്റെ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണേ. സുധി സ്വന്തം ഭാര്യ തന്നെ പറ്റിച്ചു എന്നുള്ള വിഷമത്തിൽ ഭയങ്കര കുടിയാണ് കേട്ടോ ബാറിലിരുന്നു കൊണ്ട്. ഒരു വിധത്തില് ബാറിന്ന് പിടിച്ചോണ്ട് വരുവാണ് നമ്മുടെ ആനന്ദ്. വഴിയിൽ വെച്ച് പോലീസ് ചെക്കിംഗ് കൊണ്ട് ആനന്ദ് കുടിക്കാത്തതുകൊണ്ട് തന്നെ പോലീസുകാർ വിട്ടുകളയുന്നുണ്ട്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ നേരെ ചെന്നിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയും സുധിയെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം.